2 മാസത്തിനകം തിരികെ നൽകാമെന്ന ഉറപ്പിൽ ആന്റണി തന്റെ പക്കൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയെന്നും 7 വർഷം കഴിഞ്ഞിട്ടും മുഴുവൻ പണവും തിരികെ നൽകിയില്ലെന്നുമാണ് NM രാജു ഇന്നലെ വെളിപ്പെടുത്തിയത്. പണം വാങ്ങിയെന്ന് ആന്റണി സമ്മതിച്ചു. എന്നാൽ കണക്ക് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. ആരോപണം കുരുക്കാകുമോ എന്നുള്ളതാണ് ചോദ്യം. അർജുൻ മട്ടന്നൂരിന്റെ വിവരങ്ങൾ നൽകാൻ. ഗുഡ് ഈവനിംഗ് അർജുൻ. ആരോപണം കുരുക്കാകുമോ? അർജുൻ, കേൾക്കാമെങ്കിൽ ഇതിൽ പ്രധാനമായിട്ടും ഇനി അറിയേണ്ടത് കുരുക്ക് തന്നെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. ആന്റണി MP-യെ സംബന്ധിച്ചിടത്തോളം ഈ തന്റെ പക്കൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയെന്നും 7 വർഷം കഴിഞ്ഞിട്ടും മുഴുവൻ പണം തിരികെ നൽകിയില്ലെന്നുമാണ് NM രാജുവിന്റെ ആരോപണം. അദ്ദേഹം വെളിപ്പെടുത്തിയത് അങ്ങനെയായിരുന്നു. പക്ഷേ പണം എത്ര എന്നുള്ള കാര്യത്തിലൊന്നും ആന്റണി MP കാര്യം വ്യക്തത വരുത്തിയിട്ടില്ല. കുരുക്കിലേക്ക് തന്നെയാണല്ലേ കാര്യങ്ങൾ? ശ്രുതി, അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം പിന്നിടുമ്പോഴും ഈ കാര്യങ്ങളിൽ കൃത്യമായ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ആന്റണി MP-ക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന് രണ്ടുപേരും സ്ഥിരീകരിച്ചിരിക്കുന്നു. പക്ഷേ എത്ര തുകയാണ് കൈമാറിയത് എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. ഇതിൽ NM രാജു പറയുന്നത് 2 കോടി രൂപയാണ് തൻ്റെ പക്കൽ നിന്നും വാങ്ങിയത്. അത് 2 മാസം കൊണ്ട് തിരിച്ചു നൽകാമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം പല തവണ ആവശ്യപ്പെട്ടപ്പോൾ വെറും 20 ലക്ഷം രൂപ മാത്രമാണ് തനിക്ക് തിരിച്ചു നൽകിയത് എന്നാണ് NM രാജു ആരോപിച്ചിരിക്കുന്നത്. അതിനുശേഷം മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ വിശദീകരണവുമായി ആന്റണി രംഗത്ത് വരികയും ചെയ്തു. പക്ഷേ അദ്ദേഹം പറയുന്നത് താൻ സംഭാവന എന്ന നിലക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി പണം വാങ്ങിയിരുന്നു. അത് പലരും വാങ്ങുന്നുണ്ട്, പലരുടെയും കയ്യിൽ നിന്നും വാങ്ങുന്നുണ്ട്. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ ആ പണം തിരികെ വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു NM രാജു. അതിനെ തുടർന്ന് ആ തുക തിരിച്ചു നൽകിയെന്ന് മാത്രമാണ് പറയുന്നത്. എന്തായാലും ഇത് നെടുമ്പറമ്പിൽ ഫിനാൻസിലെ നിക്ഷേപകരുടെ പണമാണ് എന്നുകൂടി NM രാജു പറയുന്നുണ്ട്. മാത്രവുമല്ല 2 മാസത്തിനുള്ളിൽ പലിശയടക്കം തിരിച്ചു നൽകാം എന്നതായിരുന്നു വാഗ്ദാനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2 മാസം കഴിയുമ്പോൾ 2 കോടി രൂപ എങ്ങനെ തിരിച്ചു നൽകും എന്ന് ചോദിച്ചപ്പോൾ ബംഗളൂരുവിലെ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളുണ്ട്, അതിൽ നിന്ന് പണം ലഭിക്കാനുണ്ട്, ആ പണം നൽകാം എന്നതായിരുന്നു ആന്റണി പറഞ്ഞത് എന്നാണ് NM രാജു പറയുന്നത്. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട എന്ത് ഇടപാടാണ് നടന്നത് എന്ന കാര്യത്തിലും വ്യക്തതയില്ല. എന്തായാലും പല കാര്യങ്ങളിലും അവ്യക്തത തുടരുകയാണ്. മാത്രവുമല്ല നിക്ഷേപകരുടെ പണമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സ്ഥാപനം തകർന്നപ്പോൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് പരാതി നൽകിയില്ല എന്ന് നമ്മൾ NM രാജുവോട് ചോദിച്ചിരുന്നു. അത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഒരു പുതിയ കമ്പനി ഏറ്റെടുക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ബാധ്യതകളും മറ്റും അവർ ഏറ്റെടുക്കും. അതിൻ്റെ നിയമ പോരാട്ടം നടക്കുന്നുണ്ടെങ്കിൽ അതും ആ കമ്പനി നടത്തുമെന്നതാണ് NM രാജു പറയുന്നത്. എന്തായാലും കാര്യങ്ങളിൽ വ്യക്തത വരുത്താതെയുള്ള ഒരു വിശദീകരണമാണ് ആന്റണി നടത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ഇനി അക്കൗണ്ട് വഴി തന്നെയാണ് ഈ തുക കൈമാറിയത് എന്നും പറയുന്നുണ്ട്. സ്വാഭാവികമായും ഈ രേഖകൾ NM രാജു പുറത്തുവിട്ടാൽ അതിന് മറുപടി ആന്റണി പറയേണ്ടി വരും. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. ആന്റണി MP-ക്കെതിരായ സാമ്പത്തിക ഇടപാട് ആരോപണം സജീവ ചർച്ചയാക്കി നിർത്താനാണ് CPM-ന്റെ ശ്രമം. NM രാജുവിൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ കണക്ക് ആന്റണി MP തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു ആവശ്യപ്പെട്ടു. വ്യക്തമായി NM രാജു പറഞ്ഞല്ലോ 2 കോടി രൂപ വാങ്ങിച്ചത്. ആന്റണി വാങ്ങിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടാണ് NM രാജു പറഞ്ഞത്. എത്ര രൂപ വാങ്ങിച്ചെന്നു, എങ്ങനെയാണ് വാങ്ങിച്ചെന്നു, എങ്ങനെയാണ് കൊടുത്തത്, അക്കൗണ്ടിലാണോ കൊടുത്തത്, ചെക്കാണോ കൊടുത്തത്, എങ്ങനെ കൊടുത്തെന്ന് പറയണ്ടേ? ഇത് വേഗമായിട്ട് പറഞ്ഞാൽ പോരാ. ഇത് വ്യക്തമായ തെളിവ് ഉണ്ടാവണം. ഇത് അന്വേഷിക്കണം. ഇത് കൂടുതൽ അന്വേഷണം വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ. ഗുഡ് ഈവനിംഗ് പ്രവീൺ. ഈ വിഷയം ആദ്യം കൊണ്ടുവന്നതും ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവന്നതും KP ഉദയഭാനു തന്നെയാണ്. ഇത്തരത്തിൽ ഈ ആന്റണി MP-ക്ക് ഇങ്ങനെ പണം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ് കിട്ടിയ മറ്റൊരു ആയുധമായി തന്നെ CPM ഇതിനെ കാണുന്നു, അല്ലേ? അതെ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിമർശനവുമായി ഇപ്പോൾ ആന്റണി MP-ക്കെതിരെ രംഗത്ത് എത്തിയിരിക്കുന്നത്. KP ഉദയഭാനു പറയുന്നത് ഈ NM രാജു എന്ന് പറയുന്ന, അതായത് തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെടുമ്പറമ്പിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഉടമ തന്നെ തന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ആന്റണി MP-ക്ക് ഇത്രയും രൂപ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തനിക്ക് അക്കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിയാമെന്ന് KP ഉദയഭാനു പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ കൂടുതൽ വിമർശനങ്ങളുമായി വന്നത്. നേരത്തെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം ഒരു ആരോപണവുമായി KP ഉദയഭാനു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ED-യുടെ പരിശോധന ഉണ്ടായിരുന്നു. അതിനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ KP ഉദയഭാനു ഇതേ ആരോപണവുമായി മുന്നോട്ട് വന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് NM രാജുവിൽ നിന്നും എത്ര തുക ആന്റണി MP വാങ്ങിയെന്ന് ആന്റണി MP തന്നെ വിശദീകരിക്കണം. ഒപ്പം എത്ര തുക തിരിച്ചു നൽകി എന്നുള്ളത് അതിൻ്റെ കണക്കുകൾ വിശദമാക്കും. എങ്ങനെയാണ് ആ പണം തിരികെ നൽകിയത്? അത് ചെക്കായിട്ടാണോ അല്ലെങ്കിൽ പണമായിട്ടാണോ? ഏത് രീതിയിലാണ് പണം കൈമാറിയതെന്നുള്ള വ്യക്തത
ആന്റോ ആന്റണി ഇപ്പം തന്നെ പറയണം എന്നുള്ള ഒരു ആവശ്യത്തിൽ തന്നെ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ഉറച്ചു നിൽക്കുന്നു. ഇത് പറയുമ്പോൾ CPIMന്റെ നിലപാട് എന്ന് തന്നെ പറയേണ്ടി വരും. ഒപ്പം തന്നെ KP ഉദയഭാനു ഒരു കാര്യം കൂടി പറയുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉടൻ തന്നെ സമീപിക്കും. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് NM രാജുവിന്റെ പക്കൽ നിന്നും സംഭാവനയായി പണം സ്വീകരിച്ചു എന്ന് ആന്റോ ആന്റണി MP പറയുന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ആ പണം തിരികെ കൊടുത്തുവെന്നും ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ആന്റോ ആന്റണി MP വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണോ ഈ തുക വാങ്ങിച്ചതും അത് ചെലവാക്കിയതും എന്നത് സംബന്ധിച്ച് അതിന്റെ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആന്റോ ആന്റണി MP നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഇപ്പോൾ KP ഉദയഭാനു പറയുന്നുണ്ട്. അതിനുവേണ്ടി ഉടൻ തന്നെ CPIM തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു പറയുന്നു. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. അതായത് എത്ര തുക ആന്റോ ആന്റണി MP വാങ്ങിച്ചു, എത്ര തുക തിരികെ കൊടുത്തു, അക്കാര്യത്തിൽ ഒരു വിശദമായിട്ടുള്ള അന്വേഷണം നടന്നെങ്കിൽ മാത്രമേ കൃത്യത വരൂ എന്നുള്ള ഒരു നിലപാടിൽ തന്നെ KP ഉദയഭാനു ഉറച്ചു നിൽക്കുന്നു. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.